ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ശാരിക എന്നാണ് പേര്. നമുക്ക് അവരെ കൂടെ വിളിക്കാം. വരും. സന്തോഷായി, നല്ല സന്തോഷമായി. സാറിന്റെ ഷോസ് ഒക്കെ ഞാൻ എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ തൊട്ട് കാണുന്നതാണ്, 2004 തൊട്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അപ്പൊ അന്ന് തൊട്ട് ഞാൻ സാറിന്റെ കടുത്ത ആരാധികയാണ്. സാറിനെ എന്തെങ്കിലും നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്താണ് സന്തോഷം അടുത്ത് ചോദിക്കാനുള്ളത്? ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ അത് കോമൺ ആയിട്ട് എല്ലാരും ചോദിക്കുന്നതാണല്ലോ. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അപ്പൊ സാറിനോട് എനിക്ക് കാണുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, എനിക്ക് ചെറിയ ചാനലൊക്കെ ഉണ്ട്. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പക്ഷെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടോ സാർ? ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഗുണവും ദോഷവും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയാ. ഇന്ന് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്കാണ് കുട്ടികൾ ഇപ്പോൾ കഴിക്കുമ്പോഴായാലും സ്കൂളിലായാലും എന്ത് കാര്യത്തിന് കുഞ്ഞുങ്ങൾ മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും ഒരു റീഡിങ്ങിന്റെ, അതായത് നമ്മൾ പുസ്തക വായന കുറവായതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിലേക്ക് മാറുന്നതെന്ന് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഏറ്റവും ആസ്വാദ്യമായ ഒരു സാധനം കയ്യിലിരിക്കെ അത്ര ആസ്വാദ്യം അല്ലാത്ത ഒന്നിന്റെ പുറകെ ആരെങ്കിലും പോകും? ഞാൻ ചൈന ഭാഷ പറയുന്നോടാ, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ എത്ര കാലം? ഓക്കെ, തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലെ യുവതലമുറ നാർസിസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടോ എന്ന് സാർ ചിന്തിക്കുന്നുണ്ടോ? സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. 70 വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ ജീവിച്ച പോലെ ഇന്നത്തെ മനുഷ്യർ ജീവിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അവരുടെ കയ്യിലേക്ക് മീഡിയയും വിഷ്വൽ മീഡിയ ഒക്കെ കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ അതിനൊപ്പിച്ച് അവരുടെ ജീവിതം രൂപപ്പെടുന്നത് അല്ലേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇപ്പൊ കറണ്ട് ഇല്ലാത്ത കാലത്ത് ഒരു വീട്ടിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൈനംദിന ചിട്ടകളല്ല കറണ്ട് വന്നതിന് ശേഷം വീട്ടിലെ. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ യുഗത്തിലും സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും മനുഷ്യന്റെ ജീവിത ശൈലിയും ടൈം ടേബിളും എല്ലാം മാറി. യെസ്, എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാം. എക്കാലത്തും പഴയ തലമുറകൾക്ക് പുതിയ തലമുറകളെ കുറിച്ച് പരാതികളായിരുന്നു. അത് 1700-കളിലും 1500-കളിലും 1000-ലും AD 1000-ലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ജീവിച്ചേ? അല്ല പിന്നെ നിങ്ങളുടെ മക്കൾ അങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.